ഹലോ ആക്ഷൻ. ഹലോ നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നൊരു എനിക്കൊരു ഐഡിയ തോന്നിയതാണേ. എനിക്ക് കുറെ യാത്ര ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, സോഷ്യൽ മീഡിയയിലുള്ളവര്. ഇന്ന് എനിക്ക് ഐഡിയ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എന്റെ അടുത്ത് ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അയാള് ഒത്തിരി സ്ഥലങ്ങളൊക്കെ പോയ ഒരാളാ. അയാളുടെ പേര് ശ്രീദീപ് എന്നാ. അപ്പൊ ശ്രീദീപിന് പറയുന്നൊന്ന് കേൾക്കാം, അവന്റെ യാത്രകളെ കുറിച്ചും എല്ലാം. അപ്പൊ താണ്ട ശ്രീദീപ് ചിരിക്കല്ലേ. ശ്രീദീപ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണല്ലോ. അപ്പം ശ്രീദീപേ, നീ ഇപ്പൊ എവിടൊക്കെ ഏതൊക്കെ നാടുകളിൽ പോയി? ഇപ്പൊ നമുക്ക് കേരളത്തും ഇന്ത്യ അങ്ങനെ പറഞ്ഞു തുടങ്ങാം. കേരളത്തിൽ നിന്ന് അടുത്തുള്ള സ്ഥലം ഇവിടെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ടുണ്ട്, പിന്നെ ചെന്നൈ പോയിട്ടുണ്ട്, പിന്നെ മുംബൈ പോയിട്ടുണ്ട്, ഗോവ പോയിട്ടുണ്ട്, പിന്നെ ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ടുണ്ട്, ഹിമാചലിൽ പോയിട്ടുണ്ട്, അരുണാചൽ പ്രദേശ് പോയിട്ടുണ്ട്. ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോ പഞ്ചാബ് പോണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. മുംബൈയിലുള്ളപ്പോ തന്നെ ആള് പഞ്ചാബ് പോകാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തിരുന്നു. അപ്പൊ ഈ ട്രെയിൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ട്രെയിൻ ടൈം മിസ്സാവുക, പിന്നെ എന്താ പറയാ, അങ്ങനെ കുറച്ച് അല്ല ആരെങ്കിലൊക്കെ കിട്ടും. അല്ല ഒപ്പിച്ചിട്ട് കൊറേ വലിയ ഗ്യാങ് ആയിട്ടില്ല പോവാ. 2 ആള് 3 ആള് അല്ല ഒരാള്. അത് കോളേജ് എങ്ങനെ പഠിച്ചവര് നാട്ടിലുള്ള കൂട്ടുകാരാന്നോ? എന്താ പറയാ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു പ്ലാനൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഞങ്ങള് ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കും, അപ്പൊ ചോദിക്കും വരുന്നുണ്ടോ, അപ്പൊ വരുന്ന കൂടെ ഇപ്പൊ കൂട്ടി പോകും. അഥവാ ഇനി ഒറ്റയ്ക്ക് പോവാണെങ്കിലും ഞാൻ മറ്റേ കസോളൊക്കെ പോയത് ഒറ്റക്കാ പോയത്. പിന്നെ അവിടെ എത്തിയ ഫ്രണ്ട്സൊക്കെ ആയത്. പോകുന്ന എനിക്ക് ഹിന്ദി അറിയുന്നോണ്ട് പിന്നെ മലയാളികളെ മണത്ത് കിട്ടും. അല്ല ഹിന്ദി അറിയുന്നോണ്ട് തന്നെ എവിടെ ചെന്നാലും നമുക്ക് ഫ്രണ്ട്സാ. അല്ല ഹിന്ദിക്കാര് നമുക്കെല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നോണ്ട് വലിയ കിട്ടില്ല. അവിടെ പോകും, ഓരോക്കാരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാണും, പിന്നെ ബസ്സിന്റെ ഏജന്റ് കാണും, ബസ് ഒപ്പിച്ചിരുന്ന ഏജന്റ്, അയാളെ കൂട്ടും. അങ്ങനെ കാണുന്ന എല്ലാരും ഫ്രണ്ട്സ് ആക്കും. പിന്നെ നിങ്ങൾ കിടക്കുന്നതോ സ്റ്റേ ഒക്കെ സ്റ്റേ ഒക്കെ ഞാൻ പിന്നെ പ്രൈവറ്റ് ആയിട്ട് എടുത്ത് എവിടെയെങ്കിലൊക്കെ പോയി സേഫ് ആയിട്ട് പോയി സ്റ്റേ ഒക്കെ അടിക്കും. അത് പിന്നെ പ്രശ്നം ചെയ്ത കാര്യമാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോ അങ്ങനെ ആൾക്കാരെ കാണും, പിന്നെ അങ്ങോട്ട് പോയി സംസാരിക്കും. അപ്പൊ എന്താണ് കൂടുതൽ കൾച്ചറൽ ട്രാവൽ അതോ മൗണ്ടൻ ബോയ് ആണ്? എന്താണ് നീ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ചില സമയത്തൊക്കെ ചിലപ്പോ അങ്ങനെ അഡ്വഞ്ചർ ആണോ, അങ്ങനെ ജോണറൊന്നുമില്ല. അങ്ങനെ പോവാ, എന്തെങ്കിലൊക്കെ ചെയ്യാ. ഞാനങ്ങനെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എന്ന് വെച്ചാല് ഒരു 8, 9, 10 പഠിക്കുമ്പോ ഭയങ്കര എനിക്ക് ആഗ്രഹം ഇങ്ങനെ പോണം എന്നൊക്കെ. പക്ഷെ ചെലവല്ലേ, അപ്പൊ പൈസ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് പൈസയാണ് മെയിനായിട്ട്. അതുകൊണ്ട് അങ്ങ് പോകും. പിന്നെ വരുന്ന കാണാനും അങ്ങോട്ട് പോകും. ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ പിന്നെ പോയാലും തിരിച്ചു വരും. അന്നൊന്നും ഹിന്ദി അറിയില്ല, പെട്ട അവസ്ഥയായിരുന്നു. കോവിഡൊക്കെ പോയ ടൈമിൽ അങ്ങനെയായിരുന്നു. ശ്രീദീപ് പറഞ്ഞായിരുന്നു അവനാണെങ്കിലേ പിന്നെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി, കാല് അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീടെങ്ങാണ്ട് ചെയ്തപ്പോഴത്തേക്ക് കിടപ്പിലായി പോയപ്പോഴാ ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചത്. ഇങ്ങനെ ആയിപ്പോയാ ഇനി എന്ത് ചെയ്യും? വീട്ടിലുള്ളവരെല്ലാം പറയും നിങ്ങക്ക് വയസ്സായിട്ട് എവിടെയെങ്കിലും പോയാ പോയെന്നൊക്കെ പറയും. അത് കാലിന് പറ്റുന്ന മറ്റേ ഒരു മുംബൈന്ന് എന്റെ വർക്കൊക്കെ മുംബൈയിലാണ്. ഞാൻ തിരിച്ചു വന്ന് നാട്ടിലെത്തി. നമ്മുടെ വീട് ഒക്കെ വരുന്ന നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാ. അപ്പൊ ടൗൺ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കുക ഡീഫോൾട്ട് വണ്ടി. അപ്പൊ വീടിന്റെ അവിടെ എത്തിയപ്പോ വണ്ടി നിർത്തി, ഞാൻ ബാഗ് എടുത്ത് പിന്നെ ഇങ്ങനെ ഇറങ്ങേണ്ട രീതിയിലായപ്പോ അങ്ങ് വീണുപോയി. കാലൊടിഞ്ഞപ്പോ അതിന് മുന്നേ വരെ എനിക്ക് പോണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര ഡിറ്റർമിനന്റ് ആയിട്ട് പോണെന്ന് ആഗ്രഹം വന്നിട്ടില്ല. കാരണം ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആദ്യമൊക്കെ നമ്മള് കണ്ണുണ്ടാകുമ്പോ കണ്ണിന്റെ വില അറിയില്ലല്ലോ. അതുമാതിരി കാലിനൊക്കെ പറ്റി തുടങ്ങിയപ്പല്ലേ മനസ്സിലായി. ബെഡിൽ കിടന്ന് നമ്മളെ നാട്ടിൽ അങ്ങാടിക്കല പോണെങ്കിൽ ആരെങ്കിലൊക്കെ വിളിക്കണം, എന്നിട്ട് ഓൻ വരുന്നവരെ കാത്തിക്കണം. ഇങ്ങനെ ഓന് ചിലപ്പോ പരിപാടികളുണ്ടാവും. അങ്ങനെ ഡിപ്പെൻഡന്റ് ആയപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ബെഡിൽ കിടന്ന ഒരു സമയം തോന്നി. ആരോഗ്യം ഉള്ളപ്പോ ഇങ്ങനെ പോട്ടറായിട്ട് ഇവിടെ എവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് ഒന്നും ചെയ്തില്ല. ഇപ്പൊ ആരോഗ്യം പോയപ്പോ അതിനെ പറ്റി ഖേദിക്കാതാണ്. പിന്നെ റിക്കവറായി, ഒരു 6 മാസം എടുത്ത് റിക്കവറായി കഴിഞ്ഞ ശേഷം പിന്നെ അപ്പൊ തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ കുറച്ച് ദിവസം മറ്റേ മുംബൈ പോയി, അവിടെ കൈ ഒടിഞ്ഞു. വീട്ടില് പ്രശ്നമൊന്നുമില്ല, അമ്മയും അച്ഛനൊന്നും ഇങ്ങനെ മക്കളെ ഒരു പ്രായം കഴിഞ്ഞ് സ്കൂട്ടർ ഓടിക്കരുത്. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂട്ടർ ഓടിക്കാൻ സമ്മതിക്കത്തില്ല, കാറിലേ പോകും. അപ്പൊ ഇങ്ങനെ പോകുന്നത് എന്നെ തന്നെ ഇപ്പൊ വീട്ടിൽ വിളിക്കുന്നത് എന്ത് നാടോടി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്നെ വിളിക്കാൻ തുടങ്ങി നാടോടി. ഞാൻ ഇവരെ കൊണ്ട് ഒരു ദിവസം മുംബൈ പോയിട്ട് 1 മാസം അവിടെ നിന്ന് ഇവരെ അച്ഛനമ്മയൊക്കെ. അപ്പൊ അവര് ഇതേമാതിരി എന്താ പറയാ, നമ്മളെ കാര്യമില്ല, അവര് ഇങ്ങനെ പുറത്തൊക്കെ പോയി 2 ദിവസമൊക്കെ പോയി നിക്കുള്ളൂ. നമുക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് കിട്ടില്ല. ഒരു സിറ്റി പോകണം, നമ്മളൊരു ടൂറിസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ
കുറെ സ്ഥലമൊക്കെ കണ്ട് ഓക്കെ. ആ സ്പിരിറ്റ് ഇട്ട് നമ്മൾ കുറച്ച് 3-4 ദിവസം നിന്നിട്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണം, എന്നാലും ആ സിറ്റിന്റെ ഫ്ലോ മനസ്സിലാവും. മുംബൈ ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയാ, ഭയങ്കര ഫാസ്റ്റാ. എല്ലാരും രാവിലെ 9:30-10 മണിയുടെ ടൈം ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു റാറ്റ് റേസിനകത്ത് നമ്മള് ബാഗായിട്ട് സെയിം ഫോർമൽസ് ഇട്ടിട്ട് ഒരു സെയിം ഫ്ലോയിലില്ലേ കുറെ ആൾക്കാരുണ്ടല്ലോ, ഒരു ജനത മൊത്തമുണ്ട്. അപ്പോഴാ അതിങ്ങനെ കാണണം. അത് ഇവർക്ക് കാണിച്ചു കൊടുത്തപ്പോ ഇവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്നിട്ട് ചെറിയ ലോകത്തുനിന്ന് വലിയൊരു ലോകം കണ്ടപ്പെട്ടു. ഇങ്ങനെ മനുഷ്യന്മാര് അല്ല, ഇവര് ഈ വീട്ടില് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പോയി വരും, അത്രേ ഉള്ളൂ. ഇവരൊന്നും കാണുമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കും. ഞാൻ ഇതുണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയുമ്പോ അവർക്കിത് ഈ കൺസെപ്റ്റ് ആദ്യം അവർക്ക് വലിയ താല്പര്യം, വെറുതെ പൈസ പൊട്ടിക്കാന്നാണ് അവര് പറയുന്നത്. അല്ല, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ തന്നെ കാണുക. കാരണം ചുമ്മാ ഓരോ സ്ഥലത്തൊക്കെ പോകും, കുറെ പൈസയൊക്കെ പൊട്ടിക്കും, ഒരു കാര്യമില്ല. പണ്ട് മാക്സിമം പെണ്ണുങ്ങളൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രാവൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം വരെ പോകും. അതെ, അമ്പലം അല്ലെങ്കിൽ പള്ളി പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ സ്പിരിച്വൽ ട്രാവലായി. സത്യം പറഞ്ഞ ഈ ഒരു തീർത്ഥാടന യാത്രകൾ തന്നെ ഒരു യാത്രയാ അല്ലേ? അല്ലേ? അങ്ങനെ ആളുകൾ പോക്കണേ. ഇപ്പൊ അതും കവർ ചെയ്ത ആളുകൾ പിന്നെ കുറെ സ്ഥലങ്ങള് ഗൾഫിലൊക്കെ പോയി വന്ന് കുറെ പൈസയൊക്കെ ആയപ്പോ വീണ്ടും ഊട്ടി കൊടൈക്കനാല്. ഇപ്പൊ ഊട്ടി കൊടൈക്കനാലിൽ വിട്ട് എല്ലാരും. ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തില് വീട്ടുകാരായിട്ട് ഞങ്ങൾ ആകെ പോയത് അമ്പലത്തിലാ പോയത്. അല്ലാണ്ട് എനിക്ക് എന്റെ ഏട്ടുള്ള സമയത്ത് ഇവര് പ്ലസ് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ സമയത്ത് എന്റെ ഓർമ്മയില് ഈ തിരുപ്പതി, മൂകാംബിക, പഴനി, പിന്നെ ഈ പുട്ടപർത്തി, പോണ്ടിച്ചേരി അവിടേക്കോ പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കൂർഗി പോയ കാര്യം പറഞ്ഞു. ഇനിയിപ്പൊ അടുത്ത യാത്ര എന്താ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? ഞാൻ അടുത്ത യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഈ പഞ്ചാബീസ് അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. പഞ്ചാബില് ഞാൻ പോയത് അമൃത്സറിൽ പോയായിരുന്നു. ഗോൾഡൻ ടെമ്പിള്, പിന്നെ ബാഗാ ബോർഡർ അറിയത്തില്ല, ഇന്ത്യ പാകിസ്ഥാൻ. അത് വല്ലാത്തൊരു മോശമാണ്. എനിക്കത് പോയപ്പോ ഭയങ്കര ഇതായിട്ടാ തോന്നിയത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കോക്കറി കുത്തി കാണിക്കില്ല അവിടുത്തെ പരിപാടി. പക്ഷെ കാണാം, ഒരു കൾച്ചറൽ പരിപാടി കാണാം. പഞ്ചാബ് സ്ഥലത്ത് വേറെ കുറെ പ്രത്യേകത, വാട്ടിയാലയൊക്കെ പോണം, കൃഷിയിടങ്ങളൊക്കെ കാണാൻ പോണം. അവിടുത്തെ പഞ്ചാബീസ് 2 ലിറ്റർ പാലൊക്കെ കുടിക്കാൻ കാര്യം വെള്ളത്തിലൊരു പാല് കുടിക്കുന്നവരാണ് ഞാൻ കേട്ടത്. ഞാൻ മുംബൈ പോയപ്പോ ഷേറെ പഞ്ചാബ് എന്ന സ്ഥലത്താണ് ഞാൻ പോയി നിന്നത്. ഫുള്ള് ചുറ്റും പഞ്ചാബീസ് ആയിരുന്നു. അങ്ങനെ പഞ്ചാബീസ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. പിന്നെ ഭയങ്കര ഇതാണ്, എന്താ സെൻസിറ്റീവാ. നമ്മളൊന്ന് പോടാനെ കുറിച്ച് സങ്കടമായി പോകും. വലിയ സൈസൊക്കെ ഇരിക്കും. കണ്ടാ ഇവര് നമ്മളടുത്ത് മതിലിടും. പക്ഷെ ലോല പോടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ശരി, അടുത്ത ശ്രീദ്വീപ് പഞ്ചാബിലൊക്കെ പോയിട്ട് എന്നിട്ട് ശ്രീദ്വീപിന്റെ അനുഭവങ്ങൾ കേൾക്കാം അല്ലേ? അപ്പൊ താങ്ക് യു കേട്ടോ.